നമസ്കാരം. കഴിഞ്ഞ ദിവസം ചിലിയിലുണ്ടായ വൈദ്യുതി തകരാറിനെ തുടർന്ന് രാജ്യത്തെ ഒട്ടുമിക്ക നഗരങ്ങളും നിശ്ചലമായി. രാജ്യത്തെ മിക്ക പവർ ഗ്രിഡുകളും ഒരുമിച്ച് പണിമുടക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ചിലി ചെന്നെത്തിയത്. രാജ്യത്തിൻ്റെ വിവിധ മേഖലകൾ 2 മണിക്കൂറിലധികം സമയം ഇരുട്ടിലായിരുന്നു. ഉച്ചതിരിഞ്ഞ് 3:15 ഇത്തരത്തിലുള്ള ഒരു വൈദ്യുതി തടസ്സം പെട്ടെന്ന് അനുഭവപ്പെട്ടത്. ഏതാണ്ട് 5 മണിക്ക് ശേഷമാണ് തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞതും പിന്നീട് ജനജീവിതം സുഗമമായതും. എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന് കയ്യും കണക്കുമില്ല. രാജ്യത്തെ മെട്രോ സ്റ്റേഷനുകളെല്ലാം തന്നെ അടച്ചിടുകയായിരുന്നു. അതുപോലെ ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു. ഇതിനെ തുടർന്ന് ഓഫീസ് വിട്ടിറങ്ങിയ ജനം വീട്ടിൽ പോകാൻ കഴിയാതെ നട്ടം തിരിഞ്ഞു. അവിടെയും ചിലിയിലെ തലസ്ഥാനമായ സാന്റിയാഗോയിൽ ട്രാൻസ്പോർട്ട് ബസ് സർവീസുകളുണ്ടെങ്കിലും അവയിലൊന്നും തന്നെ അങ്ങോട്ട് ജനങ്ങൾക്ക് അടുക്കാൻ പറ്റാത്ത വിധം വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. അതിനിടയിൽ സർക്കാർ ജനങ്ങളോട് ശാന്തരായിരിക്കണമെന്നും വൈദ്യുതി തകരാർ പരിഹരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും നിരവധി തവണ അറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ ചിലിയിലെ ദുരന്ത നിവാരണ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി സർക്കാർ അടിയന്തരമായി തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം കാണണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ചിലിയിലെ ആഭ്യന്തരമന്ത്രി തന്നെയാണ് നേരിട്ട് ഇക്കാര്യത്തിൽ ചുമതല വഹിക്കുകയും ഏകോപനം നടത്തുകയൊക്കെ തന്നെ ചെയ്തത്. വൈദ്യുതി തടസ്സം കാരണം രാജ്യത്തെ 98% ജനങ്ങളെ ഇത് ബാധിച്ചു എന്നാണ് ചിലിയിലെ ആഭ്യന്തരമന്ത്രി കരോലിന ടോഹ മാധ്യമങ്ങളോട് പറഞ്ഞത്. തലസ്ഥാനമായ സാന്റിയാഗോ നഗരത്തിൽ മാത്രം 6 ലക്ഷത്തോളം പേരാണ് ഇത് കാരണം ദുരിതത്തിലായത്. ലോസ് ലാഗോസിലെ 3 ലക്ഷത്തോളം ഉപഭോക്താക്കളും ലോസ് റിയോസിലെ 1.5 ലക്ഷത്തിലധികം കുടുംബങ്ങളും ഇത് കാരണം ബുദ്ധിമുട്ടിലായി. അതേസമയം ചിലിയിലെ വിമാനത്താവളങ്ങളൊക്കെ തന്നെ പതിവ് പോലെ പ്രവർത്തിച്ചു. ചിലിയിലെ പല നഗരങ്ങളിലും ലിഫ്റ്റിൽ സഞ്ചരിച്ചിരുന്ന പലരും കുടുങ്ങിപ്പോയി. ആയിരക്കണക്കിന് ആളുകളാണ് പല സ്ഥലങ്ങളിലെയും വമ്പൻ കെട്ടിടങ്ങളിൽ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിപ്പോയത്. സാന്റിയാഗോയിലെ പ്രമുഖ അമ്യൂസ്മെൻറ്റ് പാർക്കായ ഫാൻറ്റസി ലാൻഡിയയിൽ റോളർ കോസ്റ്റുകൾ ആകാശത്ത് നിലച്ചപ്പോൾ നിരവധി പേരാണ് അവിടെ പെട്ടുപോയത്. കറങ്ങുന്ന വീലുകളും മറ്റുമുള്ള സംവിധാനങ്ങൾ ഈ ഫാൻറ്റസി പാർക്കിലുണ്ടായിരുന്നു. പലതും മുകളിൽ നിൽക്കുമ്പോഴാണ് കറണ്ട് പോയത്. അങ്ങനെ ജനങ്ങൾ മണിക്കൂറുകളോളം അവിടെ കുടുങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നീട് ഈ ഫാൻറ്റസി പാർക്കുകളിലെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് പലരെയും അവിടെ നിന്ന് താഴെ ഇറക്കാനും കഴിഞ്ഞത്. ഏതായാലും രാജ്യത്തെ 98% ജനങ്ങളെ വല്ലാതെ തന്നെ ഈ ഒരു വൈദ്യുതി തകരാറ് ബാധിച്ചു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. രാജ്യത്തെ തന്നെ ഏതാണ്ട് നിശ്ചലമാക്കി തന്നെയാണ് ഈ വൈദ്യുതി തകരാർ 2 മണിക്കൂറധികം സമയം നിലനിന്നിരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ചിലിയിലെ സർക്കാർ. ഏതായാലും ജനങ്ങൾക്കുണ്ടായ ഈ ഒരു അസൗകര്യത്തിൽ സർക്കാർ ക്ഷമാപണമൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും ജനങ്ങളോട് വളരെ ശാന്തരായിരിക്കാൻ പലതവണ അവർ ആവശ്യപ്പെട്ടു എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചിലി പോലെയുള്ള വളരെ പ്രമുഖ രാജ്യങ്ങളിലെ നഗരങ്ങളിലൊക്കെ തന്നെ വൈദ്യുതി നിലച്ചാൽ അല്പസമയത്തേക്ക് ആണെങ്കിൽ പോലും അത് എന്തുമാത്രം ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാക്കും എന്നുള്ളത് ഇന്നലെ ചിലിയിലെ പല വൻ നഗരങ്ങളിലെയും ജനങ്ങൾ മനസ്സിലാക്കി. ഇങ്ങനൊരു വൈദ്യുതി തകരാറ് സംഭവിക്കുമെന്ന് ഇവരിൽ പലരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതുമില്ല. കാരണം വൈദ്യുതി മേഖലയൊക്കെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു രാജ്യമാണ് ചിലി.